തേങ്ങ ഒട്ടും തന്നെ ചേർക്കാതെ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. തമിഴ്നാട്ടുകാർ ഇഡലിക്കും ദോശയ്ക്കും വെറൈറ്റി ഓഫ് ചട്നീസ് കഴിക്കാറുണ്ട്. അപ്പൊ ഈ ഡിഷും അവിടുന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് ആദ്യം പാത്രം ചൂടായതിനു ശേഷം കുറച്ച് വെളുത്തുള്ളിയും 4-5 വറ്റൽമുളകും കുറച്ച് പുളിയും പിന്നെ ഇതിന് വേണ്ടുന്നത് പൊട്ടുകടലയാണ്. പൊട്ടുകടല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്നുള്ളത് ഒന്ന് കമന്റ് കൂടെ ചെയ്തേക്കണേ. ഇനി ഇതെല്ലാം കൂടെ ഒരു 5 മിനിറ്റോളം ഒന്ന് ചെറുതീയിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കി എടുക്കാം. അപ്പൊ ഈ ചൂടെല്ലാം ആറിയതിനു ശേഷം മാത്രമേ മിക്സിയിലിട്ട് ഇത് അരച്ചെടുക്കാവുള്ളൂ. മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് ആവശ്യമായ വെള്ളവും ഉപ്പും ചേർത്ത് വേണം അരയ്ക്കാൻ. അപ്പൊ ഞാൻ അതെല്ലാം ഒന്ന് അരച്ചു മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാവേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം കടുകിട്ടൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം ചെറിയുള്ളി അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടാണ് ഞാൻ ഇടുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് വേണം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ചമ്മന്തിക്കുണ്ടല്ലോ ഇഡലിപ്പൊടിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് കിട്ടുന്നത്. ഇനി കടുക് വറുത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തിയിലേക്ക് ചേർക്കാമേ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. കൂടെ എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.